ജാസ്മിൻ ഗബ്രി ബന്ധത്തിനെതിരെ തുറന്നടിച്ച് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ DJ സിബിൻ. ജാസ്മിനും ഗബ്രിയും കളിക്കുന്നത് വ്യക്തമായ പ്ലാനോടെയാണെന്നും അവർ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് 80 ദിവസമൊക്കെ ആകുമ്പോഴേക്കും പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകുമെന്നും സിബിൻ പറയുകയാണ്. ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കുറിച്ച് അവതാരകനായ മോഹൻലാൽ ചോദിച്ചതിനു ശേഷം ഹൗസിൽ നടന്നതിനെക്കുറിച്ചും സിബിൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സിബിന്റെ വെളിപ്പെടുത്തൽ. ജാസ്മിനും ഗബ്രിയും തമ്മിൽ അവിടെ കാണിക്കുന്ന മെലോ ഡ്രാമ ഒരു ഇറിറ്റേറ്റിംഗ് പരിപാടിയാണ്. അത് വീട്ടിലുള്ളവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. തങ്ങൾ പോയപ്പോൾ ഹൗസിലുള്ള മറ്റുള്ളവരോട് താൻ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഗബ്രിയെയും ജാസ്മിനെയും നോക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, അവരെ ഒഴിവാക്കി വിടൂ എന്നാണ്. അതാണ് പിന്നീട് അവർ ചെയ്തത്. അവർ ഒഴിവാക്കി വിട്ടു. ഗബ്രി ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതൊന്നുമല്ല. എന്താണെന്ന് അവർക്ക് കൃത്യമായ ഐഡിയയും പ്ലാനുമുണ്ട്. അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാകില്ല. അതിനകത്ത് വെച്ച് അവർ ക്രിയേറ്റ് ചെയ്ത പ്ലാനാണത്. അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഫൈനൽ 5 വരെ എത്താനുള്ള പ്ലാനാണത്. ജാസ്മിനും ഗബ്രിയും പുറത്തു വന്ന് വിവാഹിതരാകാനൊന്നും പോകുന്നില്ല എന്നും സിബിൻ പറയുന്നുണ്ട്. മാത്രമല്ല വേറെ കാര്യങ്ങളുണ്ട് എന്നും അത് പ്രേക്ഷകർക്ക് ഒരു 70-80 ദിവസം ആകുമ്പോഴൊക്കെ മനസ്സിലാകുമെന്നും സിബിൻ പറയുന്നു. തനിക്ക് കയറി 2ാം ആഴ്ചയിൽ തന്നെ മനസ്സിലായി. പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത കാര്യമുണ്ട്. അതൊരു ബോംബാണ്. ആ ബോംബ് ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പൊട്ടിച്ചേനെ. പക്ഷേ അതിനു മുമ്പ് അവരെന്നെ തൂക്കി പുറത്തിട്ട് എന്നും സിബിൻ വ്യക്തമാക്കി. ലാൽ സാർ വന്ന് ജാസ്മിന്റെയും ഗബ്രിയുടെയും റിലേഷൻ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ജാസ്മിൻ ഹാപ്പിയായിരുന്നു. കാരണം തന്നെയല്ല ഗബ്രിയാണ് കുറ്റം പറയുന്നതെന്നാണ് അവൾ മനസ്സിലാക്കിയത്. ലാൽ സാർ ചോദിച്ചപ്പോൾ തനിക്കുള്ളത് ആത്മാർത്ഥ പ്രണയമാണ്, ഗബ്രിയെ കുറ്റം പറഞ്ഞോട്ടെ, ഗബ്രി എന്നെ ചതിക്കുകയാണെന്ന് പുറത്തൊരു സന്ദേശം പ്രേക്ഷകർക്ക് കൊടുക്കാനാണ് അവൾ ശ്രമിച്ചത്. അതാണ് ജാസ്മിന്റെ ബുദ്ധി. പിന്നീട് നടന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടത് ഗബ്രി ബ്രേക്ക് ഡൗൺ ആയി ഒരു മുറിയിൽ പോയി ഇരിക്കുന്നതാണ്. ജാസ്മിൻ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോൾ താൻ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അവന്റെ അവസ്ഥ കാണുന്നില്ലേ എന്ന്. അപ്പോൾ ശരിയാണല്ലോ എന്ന മട്ടിൽ ഗബ്രിയോട് പോയി ജാസ്മിൻ സംസാരിച്ചു. അവർ തമ്മിൽ സംസാരിച്ച ശേഷം ഗബ്രി അകത്തേക്ക് കയറിപ്പോയി. പിന്നെ അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അതുവരെ കരയാത്ത ജാസ്മിൻ പിന്നെ കരയുമ്പോൾ നമുക്ക് മനസ്സിലാകില്ലേ അത് നാടകമാണെന്ന് എന്നൊക്കെയാണ് സിബിൻ പറയുന്നത്. ജാസ്മിൻ തങ്ങളെ കുറ്റപ്പെടുത്തുന്നതൊക്കെ ജാസ്മിന്റെ സ്ട്രാറ്റജിയാണ്. ഗബ്രി കരഞ്ഞപ്പോൾ തനിക്ക് അത് യഥാർത്ഥമാണെന്ന് തോന്നി. ഒരേപോലെ 2 പേർ തെറ്റ് ചെയ്തിട്ട് അത് ജാസ്മിൻ ഗബ്രിയുടെ മേൽ കെട്ടിവെച്ചതുപോലെ തനിക്ക് തോന്നി. മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ താനായിരുന്നു. അവൻ നല്ല ഗെയിമറാണ്. അവൻ ജാസ്മിൻ എന്ന ചങ്ങലയിൽ പെട്ട് കിടക്കുകയാണ് എന്നാണ് സിബിൻ പറയുന്നത്. അതേസമയം തന്നെ പുറത്ത് പ്രേക്ഷകർ ജാസ്മിനും ഗബ്രിക്കുമെതിരെയാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. ഇരുവർക്കുമെതിരെ നിരവധി വിമർശനങ്ങളും ഉയരാറുണ്ട്. എന്നാൽ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും ഗബ്രി ജാസ്മിനെ പെടുത്തി എന്ന രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. എന്നാൽ അതിനെയെല്ലാം തള്ളിക്കളയുന്നതാണ് ഇപ്പോൾ സിബിന്റെ വാക്കുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.